ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ അതിന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നമ്മൾ കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ പെട്രോൾ ഓവർഫ്ലോ പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാർബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ നോക്കുമ്പോൾ മൊത്തം ദ്രവിച്ച് പോയേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അത് കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു വെള്ള കളറിൽ ഈ പെട്രോളിൽ തന്നെ ഒരു പ്രോബ്ലമാണത് മെയിനായിട്ട്. ഈ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്രോളിനകത്ത് ഇപ്പോൾ വന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അതിങ്ങനെ കൂടുതലായിട്ട് വന്ന സമയത്ത് കൂടുതലായിട്ടൊന്നുമില്ല, ഉപയോഗം കുറവുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാം. ഓട്ടം കുറവുള്ള വണ്ടികളിൽ ഈ കാർബേറ്ററിൻ്റെ അടിയിൽ പെട്രോൾ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇത് ഊറും. അതേപോലെ തന്നെ ഈ വന്ന ഭാഗങ്ങളൊക്കെ പെട്രോളുമായി ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ദ്രവിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഈ ഓവർഫ്ലോ നീഡിൽ വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് ആ ഭാഗം ഇതേപോലെ തന്നെ ദ്രവിച്ച് അതിൻ്റെ സീറ്റിങ് പോയേക്കാം, പൊളിഞ്ഞ് പോയേക്കാം. അതാണ് ആ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലാണ് പോസിബിളായിട്ടുള്ള കേസ്. ഞാൻ അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്താലും നമുക്ക് ഏകദേശം ഒരു 500-550 രൂപ നമുക്ക് ചിലവ് വരും മൊത്തം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ അത് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ സാധാരണ രീതിയിൽ അത് 100% പെർഫെക്റ്റ് ആവാറില്ല. സാധാരണ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന പെട്രോൾ ഉപയോഗിക്കുന്ന കംപ്ലയിൻറ്റ് കൊണ്ട് വന്ന കാർബേറ്ററുകൾ റെഡി ആയി കിട്ടാറില്ല. കാരണം വീണ്ടും കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് പൊളിഞ്ഞു വരും. ചിലപ്പോൾ അത് നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതലായിട്ട് ഈ വന്ന ഭാഗം പൊടിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു പോകുകയാണെങ്കിൽ അവനത്തെ സീറ്റിങ് നഷ്ടപ്പെടും. അത് ശരിക്കും ഇതാണ് ഒരു വാൽവ്. ഈ വാൽവ് ചെന്ന് അടയുന്ന ഭാഗം, ആ അടയുന്ന ഭാഗത്തു നിന്നാണ് ആ സീറ്റിങ് പോകണമെന്നില്ല. ആ പൊളിഞ്ഞു പോകുമ്പോൾ അവിടെ ചെറിയ ചെറിയ കുഴികളെ പോലെ വരും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അടയാത്ത കണ്ടീഷൻ വരും. പെട്രോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ കാർബേറ്റർ അസംബ്ലി ഇപ്പോൾ ഈ കണ്ടീഷനിലാണെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയ കാർബേറ്റർ വയ്ക്കാം. അതാണ് ശരിക്കും ഒരു സൊല്യൂഷനുള്ളൂ കേട്ടോ. പിന്നെ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്ററിൻ്റെ ഈ ടാങ്കിൻ്റെ ഇതിരിക്കണ ടാപ്പ് ഫ്യൂൽ ടാപ്പാണ്, അത് പെട്രോൾ ടാപ്പാണ്. അതും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. അതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ആയിരിക്കും. അതും ഈ പറഞ്ഞ രീതിയുടെ അലുമിനിയം ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ കാർബേറ്റർ മാറ്റി പുതിയത് വയ്ക്കാനായിട്ട്. അതേപോലെ തന്നെ അത് മാറ്റുന്ന സമയത്ത് ടാങ്കും കൂടി ഒഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത്, കാരണം അതിൻ്റെ ഉള്ളിലുണ്ട് സംഭവം. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, സെൽഫൊന്നും വർക്കിംഗ് അല്ല. ഞാനിപ്പോൾ കൊന്നില്ല കുറച്ച് നേരം ചാർജിലിട്ടായിരുന്നു കഴിച്ച്. പക്ഷേ അപ്പോഴും ചാർജ് ക്ലിയറായിട്ട് കയറി വരുന്നില്ല കേട്ടോ. 5 വോൾട്ടൊക്കെയാണ് നമുക്ക് അതിനകത്ത് കിട്ടുക. 12 വോൾട്ട് വേണം നമുക്ക് മിനിമം. ഇപ്പോൾ ലോഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒട്ടും കൊടുക്കണില്ല, ഫുൾ ഡെഡായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാറ്ററി ശരിക്കും പറഞ്ഞാൽ വാറണ്ടി പീരീഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാനുണ്ടെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെയാണ്. ഞാൻ വേറൊരു പഴയ ബാറ്ററി ഒരെണ്ണം വെച്ചിട്ട് വണ്ടി സെൽഫ് അടിച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി. ആ ഭാഗം ഓക്കെയാണ്. പക്ഷേ ഓൾറെഡി ഇരിക്കുന്ന ബാറ്ററി കംപ്ലയിൻറ്റാണ്. പിന്നെ നമുക്ക് കിട്ടിയ വേറൊരു കംപ്ലയിൻറ്റ് ഈ താക്കോൽ സെറ്റ് ഉണ്ടല്ലോ, ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ കോൺടാക്റ്റ് വരുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ താക്കോൽ ഓൺ ആക്കിയാലും പിന്നെ പതുക്കെ നമുക്കിതൊന്ന് അനക്കി കൊടുത്താലാണ് കോൺടാക്റ്റ് കിട്ടുള്ളൂ. സെൽഫ് സ്റ്റാർട്ടിങ്, ഹോണ്, ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവുള്ളൂ. അത് ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് നിലവിൽ നമുക്ക് ഒരു WD-40 ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ തൽക്കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ വന്ന യൂണിറ്റാണ് കേട്ടോ, ഇത്ര ലെങ്ത്തുള്ള മോഡലാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ ബാക്ക് ആ കോൺടാക്റ്റിൻ്റെ ഭാഗത്ത് WD-40 ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാം. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് മാറ്റി പുതിയത് വയ്ക്കാമെന്നുള്ളൂ. കാരണം 100% പെർഫെക്ഷൻ ആവില്ല എന്തെങ്കിലും. ഈ ഓട്ടം കുറവാണെങ്കിൽ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻസുകളാണ് അതൊക്കെ കേട്ടോ. പിന്നെ ആക്സിലേറ്റർ നമ്മളിപ്പോൾ നിർത്തിയിട്ട് റൈറ്റ് സൈഡിലേക്കൊക്കെ തിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ ഫുൾ റേസ് ആവുന്നുണ്ട്. അത് ആ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് വേണമെങ്കിൽ കൈയോടെ മാറ്റി കളയുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം ഞാൻ ആക്സിലേറ്റർ ഓൾറെഡി ഇപ്പോൾ ഔട്ടർ വലിച്ചു തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്നതോറും കൂടുതലായിട്ടാണ് വരുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. കാരണം അത് ഏത് രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ദിവസം ഒന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എൻജിൻ ഓയിൽ നോക്കിയാൽ നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ ക്ലിയറായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ പെട്രോൾ ടാപ്പ് മാറ്റി പുതിയത് ഇടണം. ആ പൈപ്പ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലി മാറ്റാനായിട്ട്. അപ്പോൾ പെട്രോൾ ടാപ്പിൻ്റെ പൈപ്പ്, കാർബേറ്റർ അസംബ്ലി അടക്കം മാറ്റി ആക്സിലേറ്റർ കേബിൾ കൂടി മാറ്റുകയാണെങ്കിൽ ആ ഭാഗം കറക്റ്റായി പൊക്കോളും. പിന്നെ സെൽഫുമായി ബന്ധപ്പെട്ട് ബാറ്ററിയാണ് വരിക. അപ്പോൾ അതിൻ്റെ കേസ് കൂടി നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അതൊന്ന് ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കാർബേറ്ററിൻ്റെ കേസ് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു 500-550 നമുക്ക് ചിലവുണ്ട്, ക്ലീനർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ പോവും. ഇനി അതല്ലെങ്കിൽ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു അതായിരിക്കും. കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് അതിലേക്ക്
കുറേ നാളത്തേക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. കുറേ നാളത്തേക്ക് എന്ന് പറയാൻ കാരണം നമ്മുടെ ഉപയോഗം ഇതേപോലെ തന്നെയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ്. അപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ പവർ പെട്രോളിലേക്ക് കൺവേർട്ട് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ടൈമിങ് കിട്ടും. ഇത്രയും തന്നെ എഫക്റ്റീവ് ആവണില്ല പവർ പെട്രോളിലേക്ക് വരും കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നും. എന്തായാലും നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.